നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ വേനലായതോടുകൂടി കടുത്ത നിയമങ്ങളാണ് തൊഴിലിടങ്ങളിൽ പാലിച്ചു വരുന്നത്. ഇതിനോടകം തന്നെ കുവൈറ്റിൽ ഉച്ചവിശ്രമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇതിന് പിന്നാലെ തൊഴിലിടങ്ങളിൽ കർശന നിർദ്ദേശങ്ങളാണ് അധികൃതർ ദിനംപ്രതി നൽകിക്കൊണ്ടിരിക്കുന്നത്. കുവൈറ്റിൽ ഉച്ചവിശ്രമ നിയമവുമായി ബന്ധപ്പെട്ട 100 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. നിയമം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ 155 തൊഴിലിടങ്ങളിൽ പരിശോധനയും നടത്തിയിരുന്നു. നിയമലംഘനം റിപ്പോർട്ട് ചെയ്യാനായി തന്നെ നൽകിയിരുന്ന വാട്സാപ്പ് നമ്പറിലൂടെ 9 പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. പരിശോധന നടത്തിയ സ്ഥാപനങ്ങളിൽ 51 ഇടങ്ങളിൽ ഉച്ചവിശ്രമ നിയമം പാലിക്കപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ ആഴ്ച മുബാറക് അൽ ഖബീർ ഗവർണറേറ്റിലെ അൽമസായിൽ ഏരിയയിലെ 12 കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചിരുന്നു. നിയമം ലംഘിച്ച് ജോലി ചെയ്ത 50-ലധികം തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതായാണ് അന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് ചൂടുകൂടിയ സാഹചര്യത്തിൽ പകൽ 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ തുറസായ സ്ഥലങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തരത്തിലുള്ള ജോലികൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ അറിയിച്ചിട്ടുമുണ്ട്. രാജ്യത്തെ 535/2015 നിയമം അനുശാസിക്കുന്നത് പ്രകാരമാണ് ഉച്ചവിശ്രമം അനുവദിക്കുന്നത്. നിയമലംഘനം കണ്ടെത്തിയാൽ തന്നെ മുന്നറിയിപ്പ് നൽകുന്നതിന് പുറമെ നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും. കമ്പനിയുടെ ഫയലുകൾ ക്ലോസ് ചെയ്യുകയും ഓരോ തൊഴിലാളിക്കും 100 ദിനാർ എന്ന നിരക്കിൽ പിഴ ഈടാക്കുകയും ചെയ്യും. നിയമലംഘനം ആവർത്തിച്ചാൽ തന്നെ പിഴത്തുകയും ഇരട്ടിയാകും. നിയമം ലംഘിച്ച് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കെതിരെ നടപടി ഉണ്ടാകുന്നതാണ്. എന്നാൽ തൊഴിലാളികളെ കൊണ്ട് നിർബന്ധിച്ചാണ് തൊഴിലുടമ ജോലി ചെയ്യിക്കുന്നതെങ്കിൽ തന്നെ കമ്പനിക്കെതിരെ അതിനും കേസെടുക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.